മോഹനേഷിനെടുത്ത കളി. ഇതൊക്കെ ചായ ഉണ്ടാക്കാം. ചായ? ആഹാ, ചായ ഉണ്ടല്ലോ. പിന്നെ ഇപ്പൊ വേറെ ഇതൊക്കെ നിസ്സാര കാര്യമല്ലേ? മതി മോഹനേട്ടാ, ഞാൻ കഴിക്കോളാം. വേണ്ട, നിനക്ക് സുഖമില്ലാത്തല്ലേ, ഞാൻ കഴിക്കോളാം. അതൊക്കെ അവിടെ വെച്ചേക്ക്, കുഴപ്പമില്ലാന്നേ. ആദ്യം നീ ആദ്യം എന്താ അതവിടെ വെക്ക്. ആദ്യം ഈ ചായ കുടിക്ക. ചെല്ല്, നീ പറയല് ചെല്ല്. ചെല്ല് ഭാമേ, ഇവിടത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കണം. ചെല്ല്, സൂക്ഷിച്ച്. രാവിലെ കഴിക്കാനൊന്നും ഉണ്ടാക്കില്ലല്ലോ. ഇഡ്ഡലുണ്ടാക്കണോ ദോശ ഉണ്ടാക്കണോ? ഇതൊന്നും എനിക്കറിയില്ലെന്നാണ് അവളുടെ വിചാരം. ഈശ്വര, മണി 9:30. അയ്യോ, മോഹനേട്ടൻ എവിടെ പോയി? മോഹനേട്ടാ, വില്ലേജ് ഓഫീസർ എവിടെ പോയി? ഇതെവിടെ പോയി? ഞാൻ അടുക്കള കാണുമോ? പിന്നെ ഇതെവിടെ പോയി? കുടയില്ല, ബാഗില്ല. കൊള്ളാം, ഞാനൊന്ന് മയങ്ങിയ നേരം നോക്കി ആള് വില്ലേജ് ഓഫീസിലെത്തി. എന്തൊരു മനുഷ്യനാ ദൈവമേ ഇത്! എന്തൊക്കെ വർത്താനമായിരുന്നു. ഭാവി, നിനക്ക് ഈ മോഹനകൃഷ്ണനെ അറിയില്ല. ഒരാവശ്യം വന്ന മോഹനകൃഷ്ണൻ എന്തും ചെയ്യും. വെറുതെ ആണെങ്കിലും അതൊക്കെ സത്യമാണെന്ന് ചിന്തിച്ചു പോയി എന്റെ വിവരക്കേട്. കഷ്ടം. ഇതുകൊണ്ട് വരട്ടെ. രാവിലെ കൃഷ്ണൻകുട്ടിയുടെ കടയിൽ നിന്ന് കഴിച്ചിട്ടുണ്ടാവും, ഉച്ചയ്ക്ക് ടൗണിൽ നിന്നും. പക്ഷെ എന്റെ തലവേദന മാറി അത്താഴമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവുന്ന കരുതി വൈകിട്ട് കൊണ്ട് വരുമല്ലോ. ഇന്നത്താഴം കഴിച്ചു തന്നെ. നാളെ രാവിലെ ഞാനൊന്നും ഉണ്ടാക്കില്ല. കൃഷ്ണൻകുട്ടിയുടെ ചായക്കട ഉണ്ടല്ലോ. എന്റെ ഈശ്വര, പ്രാർത്ഥിക്കാൻ പാടില്ലാത്തതാ. എന്റെ മനപ്രയാസം കൊണ്ട് പറയാ, ഈ കൃഷ്ണൻകുട്ടിയുടെ ചായക്കട കത്തിപ്പോണേ. പിന്നെ ഈ വില്ലേജ് ഓഫീസിൽ എവിടെ നിന്ന് കഴിക്കുന്നറിയാലോ.
അമ്മേ, എങ്ങനെയുണ്ട് തലവേന? എങ്ങനെയായാലും മോഹനേട്ടൻ എന്താ? മോഹനേട്ടൻ നിങ്ങളൊരു മനുഷ്യനാണോ? എനിക്കൊട്ടും വയ്യാത്തത് കൊണ്ടല്ലേ ഞാൻ ഇവിടെ നിന്ന് മയങ്ങിപ്പോയത്. ആ നേരം നോക്കി ഒരു വാക്ക് പോലും പറയാതെ അങ്ങ് പോന്ന് വെച്ച. നീ ധൈര്യമായിട്ട് റെസ്റ്റ് എടുത്തു, ഇവിടുത്തെ കാര്യമൊക്കെ ഞാൻ നോക്കിയാണെന്ന് പറഞ്ഞപ്പോ ഞാൻ കരുതി അടുക്കളയിൽ കയറി എന്തെങ്കിലും ഒക്കെ ചെയ്യാനായിരിക്കുന്നു. പക്ഷെ എനിക്ക് അടുക്കളയിൽ കയറി ഒന്നും ഉണ്ടാക്കാൻ അറിയില്ല, നിനക്കറിയില്ലേ? പക്ഷെ മോഹനേട്ടൻ അങ്ങനെയല്ലോ പറഞ്ഞത്. ഒരു പ്രശ്നം വരുമ്പോ മോഹനകൃഷ്ണൻ എന്ത് ചെയ്യുന്നല്ലേ? അത് ശരിയാ. ഒരു പ്രശ്നം വരുമ്പോ അത് തീർക്കാൻ ഞാൻ എന്തും ചെയ്യും. ഇതെന്താ? നമുക്ക് രണ്ടുപേരും കഴിക്കാനുള്ള ഭക്ഷണം കൃഷ്ണൻകുട്ടിയുടെ ചായക്കടയിൽ നിന്ന് വാങ്ങിയതാ. ഞാനിന്ന് ആഫീസിലേക്ക് ചെല്ലില്ല എന്ന് ശിശുപാലിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ടും തലവേദന മാറില്ലെങ്കിൽ നമുക്ക് ആശുപത്രിയിലേക്ക് പോവാം. മോഹനേട്ടൻ ലീവ് എടുക്കാൻ മാത്രമുള്ള പ്രശ്നമൊന്നുമില്ല. പക്ഷേ കുറച്ച് കഴിഞ്ഞിട്ടും തലവേദന മാറിയില്ലെങ്കിലോ ആശുപത്രിയിൽ നീ ഒറ്റയ്ക്ക് പോയാൽ ശരിയാവില്ല. പിന്നെ നിനക്ക് തലവേദനാണെന്ന് പറഞ്ഞപ്പോ കൃഷ്ണൻകുട്ടി പറയാ വക്കീലിനോട് റെസ്റ്റ് എടുക്കാൻ പറയാ. ഉച്ചക്കുള്ള ഊണ് കൃഷ്ണൻകുട്ടി സരോജിനിയുടെ കൈ കൊടുത്തു വിടാമെന്ന്. നിനക്ക് കൂട്ടായിട്ട് സരോജിനി അയക്കാന്നും പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ടാന്ന്. ഞാനിവിടെ ഇല്ലേ, പിന്നെ നിന സരോജിനിയുടെ ആവശ്യം? എന്നാലും കൃഷ്ണൻകുട്ടി സ്നേഹമുള്ളവനാ, അതുകൊണ്ടല്ലേ സരോജിനി വിടാന്ന് പറഞ്ഞത്. കൃഷ്ണൻകുട്ടിയുടെ കടയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? എന്ത് കുഴപ്പം? ചായക്കടയല്ലേ, അടുപ്പിൽ നിന്ന് തീ പടർന്ന് വല്ലതും പറ്റിയാലോ എന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. തീയോ? നീ എന്തായി പറയുന്നേ? അല്ല, ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാ ഈ രൂപയുടെ മൂല്യം ദിവസം പ്രതി കുറയുകയാണെങ്കിലും എന്റെ വില്ലേജ് ഓഫീസറുടെ മൂല്യം ദിനം പ്രതി കൂടുകയാണെന്ന്. ഇനിയിപ്പോൾ ആകാശം ഇടിഞ്ഞ് വീഴുകയാണെന്ന് പറഞ്ഞാലും അടുക്കളയിൽ കയറി ഭാര്യയ്ക്കൊരു ചായ ഉണ്ടാക്കാൻ മോഹനകൃഷ്ണൻ അറിയില്ല എന്നത് സത്യം. പക്ഷേ അത് സ്നേഹക്കുറവാണെന്ന് കരുതരുത്, അറിയാഞ്ഞിട്ടാണ്. മോഹനകൃഷ്ണന്റെ സ്നേഹത്തെപ്പറ്റി നാട്ടുകാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും സത്യഭാമയ്ക്ക് അത് ഉണ്ടാകാൻ വഴിയില്ലല്ലോ. സ്നേഹസമ്പന്നനായ വില്ലേജ് ഓഫീസറുടെയും വക്കീലിന്റെയും കഥ തുടരുന്നു.